ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിത് ഗോവയ്ക്ക് പോയതിൻ്റെ സെക്കൻഡ് ഡേയിലെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അന്ന് കവർ ചെയ്തത് സൗത്ത് ഗോവയായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റെഡിയായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴേക്ക് പോകുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഭക്ഷണം ഇവരെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇവർ കട്ടിലൊക്കെ വീണ്ടും കിടന്ന് ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നത്, കാരണം ഉറക്കമൊന്നും ശരിയായില്ല. രാവിലെ തന്നെയായിരുന്നു, നൈറ്റിലായാലും ലേറ്റ് ആയിട്ടൊക്കെ ആയിരുന്നു ഉറങ്ങിയത്. എന്താ എല്ലാവരെയും ഒരുക്കി. അപ്പോൾ നമ്മൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴോട്ട് പോവാണ്. നമ്മളൊരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അതിനുശേഷം ഒരു 9:30-10 മണിയാകുമ്പോഴത്തേന് വണ്ടി വരുമെന്നാണ് പറഞ്ഞിരുന്നത്, രാവിലെ പോകാൻ വേണ്ടി. അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ അവർ നമുക്ക് ഏത് സ്ഥലത്തേക്കൊക്കെയാണ് പോകുന്നതെന്നുള്ള ലിസ്റ്റ് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യാം, അതിനനുസരിച്ച് നമ്മളോട് റെഡി ആവാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ 9:30 ആകുമ്പോഴത്തേനും ഭക്ഷണം കഴിച്ച് റെഡി ആകാൻ വേണ്ടി നമ്മൾ താഴേക്ക് പോയി. റെഡി ആയതിന് ശേഷം പിന്നെ കുറച്ച് നേരം മക്കൾ അവിടെ ഇങ്ങനെ കളിച്ചു. കാരണം അവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നാട്ടിലെ പോലെ ഒരു സ്ഥലമൊക്കെയാണ്. പശുവും പൂച്ചയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവർ കുറേ നേരം അതിൽ കളിച്ചു. അതിനിടയ്ക്ക് പൂച്ചയുടെ പുറകെയൊക്കെ ഇങ്ങനെ നടക്കുകയും ഒക്കെ ആയിരുന്നു. നമ്മൾ ഈ റിസോർട്ടിൻ്റെ താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇവർ ഈ പൂച്ചയെ കാണുമ്പോൾ പൂച്ചയുടെ പുറകെ പോകും, പൂച്ചയെ എടുക്കുകയും അങ്ങനെയൊക്കെ. ഇവർ പക്ഷേ അങ്ങനെ ഇവിടെ ആണെങ്കിൽ അങ്ങനെ പൂച്ചയെ കാണുന്നതോ എടുക്കുന്നതോ ഒന്നുമില്ല. പക്ഷേ ഇവർക്കൊരു പേടിയില്ലായിരുന്നു കേട്ടോ. ആ സമയത്ത് കണ്ടപ്പോൾ ഇവരങ്ങ് പോകുമായിരുന്നു അതിൻ്റെ പുറകെ. അതിന് ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേന് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു അതിനെ എടുക്കാൻ പറ്റാത്തതിന്. അപ്പം അതിന് അവൻ ഭയങ്കര കരയുകയും ഒക്കെ ആയിരുന്നു. പിന്നെ അതിന് ശേഷം നമുക്ക് ഭക്ഷണം വന്നു. നമ്മൾ രാവിലെ ചപ്പാത്തിയും കറിയും പിന്നെ വെർമിസെല്ലിയുടെ ഉപ്പുമാവും ഒക്കെ ആയിരുന്നു. അവരും അത് കുറേയൊക്കെ കഴിച്ചു, അവർക്ക് ഇഷ്ടമാണ് ഈ ഉപ്പുമാവ്. അപ്പം നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അന്നത്തെ ലിസ്റ്റിൽ ഫസ്റ്റ് നമ്മൾ പോയത് ബോം ജീസസ് ബസിലിക്ക ചർച്ചിലേക്കാണ്. അപ്പം ഈ പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം അവിടേക്ക് പോയി. പക്ഷെ നമ്മൾ കുറേ സമയം ലൈൻ നിന്നിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയത്. അപ്പോൾ ഞാൻ ഉള്ളിലുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, പുറമേ ഉള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുള്ളതാണ്. നല്ല വെയിലായിരുന്നു. അപ്പം നമ്മുടെ നമ്മുടെ കയ്യിലുള്ള വെള്ളമൊക്കെ നമ്മൾ പുറത്ത് കൊടുത്തിട്ടാണ് പോയത്, അകത്തേക്ക് പോയത്. പിന്നെ ഇറങ്ങി വന്ന് വെള്ളമൊക്കെ വാങ്ങിച്ച് ഇവർക്ക് വെള്ളമൊക്കെ കൊടുത്ത്. ഭയങ്കര വെയിലായിരുന്നു. ഇവരാണെങ്കിൽ ഫോട്ടോ എടുക്കാനോ അങ്ങനെ ഒന്നും സമ്മതിക്കുന്നില്ലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. ഓൾഡ് ഗോവയിലെ ഒരുപാട് പഴക്കം ചെന്ന ചർച്ചുകളിൽ ഒന്നാണിത്, ബോം ജെസിലിക്ക. അവിടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ മൃതദേഹം വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഏകദേശം 400 എബോവ് വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സെക്യൂരിറ്റി ഒക്കെയാണ് അതിനകത്ത്. നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ഫോട്ടോസൊന്നും അലൗഡ് അല്ല. നമ്മളല്ലെങ്കിലും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയിടത്തൊന്നും അകത്തെ ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ അത് കണ്ട് ഒരുപാട് നേരം നമ്മളിങ്ങനെ ക്യൂവിൽ നിന്നാണ് അതിന് ഉള്ളിൽ കയറിയത്. അതിനുശേഷം അവിടുന്ന് കണ്ട് പുറത്തിറങ്ങി. പുറത്തും ഇതുപോലെ അതിനെപ്പറ്റിയുള്ള ഓരോരോ കാര്യങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് സത്യം പറഞ്ഞത് ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തിട്ടില്ല കേട്ടോ. അകത്തെല്ലാം കണ്ടു, പുറത്ത് കാരണം നല്ല വെയിലായിരുന്നു. വെയിൽ കാരണം നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം വില കുറവായിരുന്നു അവിടെ കേട്ടോ. അപ്പം പക്ഷേ നമുക്ക് ഈ വെയിലും പിള്ളേർ ഭയങ്കര ബഹളമൊക്കെ ആയത് കാരണം ഒന്നും നമുക്ക് അങ്ങനെ വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ സാധനത്തിനും നല്ല വിലക്കുറവുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലെ സാധനങ്ങളായാലും അവിടെ എല്ലാം നമ്മുടെ കേരളത്തിലെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുമായിരുന്നു. ഇതിൻ്റെ ഈ ചർച്ചിൻ്റെ അവിടെയായിട്ട് ഫുള്ള് ഞാൻ കണ്ടത് എനിക്ക് തോന്നുന്ന സീസൺ അതായതുകൊണ്ടാണ്. ഫുൾ മലയാളീസും ആയിരുന്നു, ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഈ ബാലാജി ടെമ്പിളിലേക്കാണ്. ഇതിൻ്റെ നമ്മൾ അകത്തെ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. അമ്പലത്തിലും പള്ളിയിലും ഒന്നും ഞാൻ അകത്തെ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. ഇവിടെ ചെന്നപ്പോൾ നല്ല തണുപ്പൊക്കെ ആയിരുന്നു. അപ്പം നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ വെയിലൊന്നും ഇല്ലാതെ നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ അവർ കുറേ നേരം അവിടെ കളിക്കുകയും പുല്ലിനകത്തിൽ നിന്ന് കളിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് പഞ്ചിങ് മാർക്കറ്റ് ഒക്കെ പോകണമായിരുന്നു. പക്ഷേ ഇത്രയും വെയിലായത് കാരണം ഇവരെന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ലായിരുന്നു. അത് കാരണം ഞങ്ങൾ സത്യത്തിൽ ആ മാർക്കറ്റിലോട്ടൊന്നും പോയില്ല. എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പിള്ളേർ സമ്മതിക്കാത്ത കാരണം നമ്മൾ പോയിട്ടില്ല. ഈ ട്രിപ്പ് ഫുള്ള് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇവരുടെ ഒരു എൻജോയ്മെൻറ്റ് മാത്രമാണ് നമ്മൾ നോക്കിയിരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ കുറേ സ്ഥലങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയാൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സമാധാനം വരില്ലല്ലോ. അങ്ങനെ കുറേ ഷോപ്പിംഗ് ഏരിയാസൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു. കാരണം നമ്മൾ മാർക്കറ്റിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്കും ഹാൻഡിൽ ചെയ്യാൻ ആ സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും.
അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഷോപ്പിങ്സ് ഒന്നും നമ്മൾ നടത്തിയിട്ടില്ല. ശരിക്കും ഇവരെ വീട്ടിൽ ഇങ്ങനെ അടച്ചിരുന്ന് വളരുന്നത് കൊണ്ട് പുറത്തേക്കൊരു കുറച്ച് ഒന്ന് കൊണ്ടുപോകാം എന്നുള്ള ഒരു രീതിയിലാണ്. പിന്നെ നമ്മൾ ഇവരും മാത്രമായിട്ട് ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ ഈ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഉച്ചയൊക്കെ ആയിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കാൻ പോയത് ഒരു സ്പൈസ് പ്ലാന്റേഷനിലോട്ട് ആണ് കേട്ടോ. പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ സ്പൈസസും അവരവിടെ തന്നെ പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള ഫുഡിലാണെങ്കിൽ അവർ മസാല ഒന്നും പുറത്തു നിന്നുള്ളതല്ല, എല്ലാം ആ പ്ലാന്റേഷനിൽ നിന്നുള്ള മസാലാസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യം ചെല്ലുന്ന സമയത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവരൊരു ടീ തരും, ഒരു മസാല ടീ, അതായത് ഈ സ്പൈസസ് എല്ലാം ഇട്ടുള്ള. ഫസ്റ്റ് ശരിക്കും ഞാനത് മക്കൾ കുടിക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേന് അവരത് മുഴുവൻ കാലിയാക്കി. അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ചെല്ലുന്ന സമയം നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. ഇങ്ങനെ ഒരു പുഴയുടെ നടുക്കൂടെ ഒരു പാലം ഉണ്ട്. ആ പാലത്തിൽ കൂടെയാണ് നമ്മൾ ഈ പ്ലാന്റേഷനിലോട്ട്, അതായത് ഈ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഏരിയയിലോട്ട് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ തന്നെ അവരിതുപോലെ നമുക്ക് ഒരു സ്പൈസ് ടീ തരും. അത് നമ്മൾ കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിക്കുന്ന പാത്രങ്ങളാണെങ്കിലും എല്ലാം അപ്പോൾ മരത്തിൻ്റെ തൊലി കൊണ്ടുണ്ടാക്കിയ പ്ലേറ്റ്, ഡിസ്പോസിബിൾ പ്ലേറ്റ്സ്, അതുപോലത്തെ ഗ്ലാസ്, പിന്നെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലം. അവിടെ ഇരിക്കുന്നിടമൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളവിടെ പ്ലാന്റേഷനിലോട്ട് നമ്മളെ അവർ കൊണ്ടുപോയി ഇത് കഴിയുമ്പോൾ, പക്ഷെ നമ്മളങ്ങനെ പോയില്ല, കാരണം മക്കൾ വഴക്കായിരുന്നത് കാരണം അങ്ങോട്ടും പോയില്ല. അതിനുശേഷം നമ്മൾ നേരെ പോയത് മിരാമാർ ബീച്ചിലേക്കാണ്. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ മോൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ബീച്ച് കണ്ടപ്പോൾ തന്നെ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവനാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. എന്നിട്ട് ഉറക്കത്തിലെടുത്തുകൊണ്ട് വന്നാണ് അവനെ വെള്ളത്തിൻ്റെ അവിടെ കാണിച്ചത്. അപ്പോൾ വെള്ളം കണ്ട് കുറച്ച് നേരമൊക്കെ അവൻ കളിക്കാതെ ഇങ്ങനെ ചേട്ടൻ്റെ മടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് അവൻ വെള്ളത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ തിരിച്ച് കയറത്തേ ഇല്ലായിരുന്നു. അപ്പോൾ കുറേ സമയം ഇവർ ആ വെള്ളത്തിൽ കളിച്ചു കേട്ടോ. കാരണം നമ്മളോട് അവിടെ ഇറക്കി വിടുന്ന സമയത്ത് തന്നെ നമ്മളോട് ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു 6 മണിക്ക് മുമ്പ് നെക്സ്റ്റ് നമുക്ക് പോകേണ്ട സ്ഥലം ബോട്ട് ക്രൂസ് ആയിരുന്നു. അപ്പോൾ അവിടെയോട്ട് നമ്മൾ 6 മണിക്ക് മുമ്പ് തന്നെ ചെല്ലണം, എങ്കിലേ നമുക്ക് അവിടെ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് വരണമെന്ന് പറഞ്ഞു. ഇവരെന്ത് ചെയ്താൽ വെള്ളത്തിൽ നിന്ന് കയറത്തില്ല. പിന്നെ ഇവരുടെ ഡ്രസ്സൊക്കെ മാറ്റിക്കാനാണെങ്കിലും ഒന്നും ഇവർ വരത്തില്ല, അവർ വെള്ളത്തിലേക്ക് ഓടുമായിരുന്നു. പിന്നെ കുറേ സമയം ഇവർ ആ വെള്ളത്തിൽ കളിച്ചു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ അവിടുന്ന് ഭയങ്കരമായിട്ട് വേഗം ഫാസ്റ്റ് നമ്മൾ ഓടി വണ്ടി ഒരിടത്ത് നിർത്തുമ്പോൾ അവിടുന്ന് കുറേ ദൂരം പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്നത്. ലൈനിലോട്ട് ടിക്കറ്റ് എടുക്കാൻ ഒരു വലിയ ലൈനാണ്. അപ്പം നമ്മുടെ ഡ്രൈവർ നേരത്തെ ചെന്ന് നമുക്കുള്ള ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു പെർ പേഴ്സൺ 500 റുപ്പീസാണെന്ന് തോന്നുന്നു. വലിയൊരു ബോട്ടാണ് കേട്ടോ. അതിൽ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, പാട്ട്, ഡാൻസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതിലേക്ക് പോകാൻ വേണ്ടി അപ്പം നമ്മൾ വേറെ ഒന്നും പിന്നെ കവർ ചെയ്തില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ചെല്ലണം. 6 മണിയാകുമ്പോഴത്തേനും അവിടെ ചെല്ലണം. അപ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവർ കുറേ സമയം ഏറ്റവും കൂടുതൽ ഇവർ സ്പെൻഡ് ചെയ്യുന്ന സമയം എവിടെ പോയാലും ഈ ബീച്ചിലാണ് കേട്ടോ. ഇവർക്ക് ഏറ്റവും ഇഷ്ടവും ബീച്ചിലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവൻ കുറേ നേരം കിടന്ന് ഉറക്കമായിരുന്നു. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞ് ഇവൻ നേരെ ബീച്ചിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവൻ പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്താൽ കയറത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു തരത്തിൽ വിളിച്ച് അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ നമ്മൾ നേരെ ബോട്ട് ക്രൂസിലേക്കാണ് പോയത്. അവിടുന്ന് നമ്മൾ ഈ ബീച്ചിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ബീച്ച് അവരുടേത് മാത്രം കേട്ടോ. നമ്മൾ ഈ ഗോവയിൽ പോയതിൻ്റെ ഒറ്റ ഫോട്ടോ നമ്മളുടെ 5 പേരുടെയും കൂടെ ഇല്ല. ഇങ്ങനെ മക്കളുടെ മാത്രം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇവർ ഫസ്റ്റ് ടൈമാണ് ഈ ബീച്ചിലോട്ട് പോകുന്നതെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ബീച്ചിലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇങ്ങനെ ആയിരിക്കും വെള്ളത്തിൽ കളിക്കുന്നതും ഒക്കെ. അവർക്ക് ഭയങ്കര എൻജോയ്മെൻറ്റ്. ഫസ്റ്റ് ഡേ നമ്മൾ ബീച്ചിൽ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇവരെ ബീച്ചിൽ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നു. ഇവരിങ്ങനെ പേടിയാവുമോ, വെള്ളം ഇങ്ങനെ തിരമാലയൊക്കെ അടിച്ച് വരുന്നത് കാണുമ്പോൾ പേടി വരുമോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും പിന്നെ ഒരു കണക്ക് പറഞ്ഞാൽ 2 വയസ്സല്ലേ ഉള്ളൂ, അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാറൊന്നും ആയിട്ടില്ലല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ബോട്ട് ക്രൂസിലേക്ക് പോയി. അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറിയ സമയത്ത് ഒരു 6 മണിയാണെങ്കിലും നല്ല 5 മണി കഴിഞ്ഞ് 6 മണിയൊക്കെ ആവാറായി. പക്ഷേ ആ സമയത്ത് നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ നമ്മൾ ലാസ്റ്റാണ് നമ്മൾ കയറിയത് കേട്ടോ. നമ്മൾ ഓടിച്ചെല്ലുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അന്ന് നമ്മൾ കയറിയപ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റാണ് സീറ്റൊക്കെ കിട്ടിയത്. കാരണം
അവിടെ കുറേ പേര് നിൽക്കുകയാണ്. ഫ്രണ്ടിൽ അതിനൊരു സ്റ്റേജ് പോലെയുണ്ട്. അപ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. ആക്ടിവിറ്റീസ് മീൻസ് ഡാൻസുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമുക്കങ്ങനെ ഫ്രണ്ടിലിരുന്ന് കാണാൻ പറ്റിയില്ല, കുറേ ബാക്കിലാണ്. പക്ഷെ ആ ബോട്ടിൽ പോയത് ഇവർ അത്ര എൻജോയ് ചെയ്തില്ല. കാരണം അവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ, അത് അവർക്ക് അത്ര വലിയ കാണാനുള്ള ഇതൊന്നും അറിവൊന്നും ആയിട്ടില്ലല്ലോ. അപ്പം അതൊന്നും അവരത്ര വലുതായിട്ട് എൻജോയ് ചെയ്തില്ല. കുറച്ച് നേരം നമുക്ക് 1 മണിക്കൂറോളം ഇങ്ങനെ ഈ ബോട്ടിൽ തന്നെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ യാത്രയുണ്ട്. പക്ഷെ അവരത് ഭയങ്കരമായിട്ട് ലാസ്റ്റ് ഇറങ്ങാറായപ്പോഴത്തേന് അവർ ഭയങ്കരമായിട്ട് മടുത്തായിരുന്നു കേട്ടോ, വഴക്കാകാൻ തുടങ്ങിയായിരുന്നു. ഇവിടെ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടാവും. കുറേ ദിവസമായിട്ട് വോയിസ് കൊടുക്കാതെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മക്കൾ സമ്മതിക്കുന്നില്ല. പക്ഷേ ഇനിയിപ്പം അവരുടെ സൗണ്ടിനിടയ്ക്കും എടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഷോർട്സ് വീഡിയോസ് മാത്രം ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം അത് തന്നെയാണ്. വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇവർ ഭയങ്കരമായിട്ട് എപ്പോഴും സൗണ്ട് ഉണ്ടാക്കി. അല്ലെങ്കിൽ പിന്നെ ഞാൻ പാതിരാത്രിയിലൊക്കെ ഇരിക്കേണ്ടി വരും. ഇവർ ഉറങ്ങത്തുമില്ല ഇപ്പോൾ. ഇവർ നമ്മൾ ഈ ബോട്ടിൽ പോകുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളും അവിടെയുള്ള ബ്രിഡ്ജിൽ അവിടെ നമ്മൾ ഈ പുഴയിൽ കൂടി ഇങ്ങനെ ഈ കടലിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ സൈഡിലൊരു ബ്രിഡ്ജിൽ രാത്രിയാവുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയണ്ടേ, ലൈറ്റുകൾ ഓരോന്ന് മാറി മാറിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും ഒക്കെ ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ ഞാൻ അന്നത്തെ ദിവസം അത് കഴിഞ്ഞ് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുക്കുന്ന കാരണം ഞാനതൊക്കെ കുറേയൊക്കെ മറന്നുപോയി. പിന്നെ വീഡിയോയിലാണെങ്കിലും ഈ സൗണ്ട് എല്ലാം കൂടെ കാരണം അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഒത്തിരി ബാക്കിലായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾ കരച്ചിലുമായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്കെല്ലാം ഒന്നും എടുക്കാനോ കാണാനോ ഒന്നും പറ്റിയില്ല. അതിനിടയ്ക്ക് ഞാൻ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെയോ എടുത്തൊപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഓരോ ഡാൻസ്, അവിടുത്തെ ട്രഡീഷണൽ ഡാൻസസ് അവർ കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മളെ ഇങ്ങനെ ഗേൾസിനെ വിളിച്ചിട്ട് ഡാൻസ്, ബോയ്സിനെ വിളിച്ചിട്ട് ഡാൻസ്, പിന്നെ കപ്പിൾസിനെ വിളിച്ച് ഡാൻസ്, പിന്നെ കുട്ടികളെ വെച്ച് കുറേ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികളെ വെച്ച് ഡാൻസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാൻ നിച്ചുവിനെയും കൊണ്ട് പോയി. പക്ഷെ അവൻ മാത്രം അവിടെ നിന്നിട്ട് അവനങ്ങനെ കളിക്കുന്നൊന്നുമില്ലായിരുന്നു. അവനിങ്ങനെ അവരെ നോക്കി നിൽക്കുമായിരുന്നു. കുട്ടികൾ കളിക്കുന്നതൊക്കെ, വേറെ കുറേ കുട്ടികൾ നന്നായിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഡാൻസൊക്കെ. അപ്പോൾ ഇവനത് ജസ്റ്റ് നോക്കി നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ ഇളയനെയും കൂടെ കൊണ്ടുവന്ന് എന്ന് കഴിയുമ്പോഴും ഇവൻ അവരുടെ കൂടെ ചെറുതായിട്ട് ഇവർ രണ്ടുപേരും കൂടെ മഞ്ഞളൊക്കെ ഇങ്ങനെ ചാടാനൊക്കെ തുടങ്ങിയപ്പോൾ അവൻ ജസ്റ്റ് ചാടാൻ വേണ്ടിയൊക്കെ തുടങ്ങി. പക്ഷെ അപ്പോഴത്തേനും ആ ഡാൻസ് പാട്ടങ്ങ് നിന്നു. പിന്നെ എനിക്ക് ആ സ്റ്റേജിൽ കയറി ഇവരെ വലിച്ചുകൊണ്ട് വരേണ്ട അവസ്ഥയായി. കാരണം ഇവരങ്ങ് മുന്നോട്ട് പോകാൻ അപ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ ഇവരെ വേഗം വലിച്ചുകൊണ്ട് വന്നു. കാരണം നമ്മൾ പിടിച്ചെടുത്ത് ഇവർ നിൽക്കത്തില്ല, ഇവർ ഓടും. കാരണം ഈ ബോട്ടിൻ്റെ മുകളിൽ കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യത്തെ ഇതൊക്കെ. എന്നിട്ടും ഞാൻ എങ്ങനെയൊക്കെയോ ഈ വീഡിയോ എടുത്തൊപ്പിച്ചതാണ്. എനിക്കും ഒരു മെമ്മറി എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ കുറേ നാൾക്ക് ശേഷം ഇവരെ 2 വയസ്സുള്ളപ്പോൾ നമ്മളിങ്ങനെ ഗോവയ്ക്ക് പോയായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ കാണാനുള്ള ഒരു ഇഷ്ടത്തിന് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കുന്നതാണ്. ഈ ഒരു ബോട്ട് മാത്രമല്ല കേട്ടോ, ഇതുപോലെ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ സഫാരി നടത്തുന്നുണ്ടായിരുന്നു അവിടെ. അതുവഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ ആളുകളെയും കൊണ്ട്. പിന്നെ പല റേറ്റിലും ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്തോ ഫങ്ഷനൊക്കെ നടക്കുന്ന പോലെ ബോട്ട് കുറേ അലങ്കരിച്ച് ഇങ്ങനെ ചെയേഴ്സൊക്കെ ഇട്ട് വലിയ അതൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെയും അതിനുള്ളിൽ കൂടെ അതിനുള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു വേറെ ചില ബോട്ടുകളിലൊക്കെ. അപ്പം അങ്ങനെ അതിന് ചുറ്റിനുമുള്ള ബ്രിഡ്ജിനെക്കുറിച്ചും ആ ബ്രിഡ്ജിൻ്റെ ഇതിലെ കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ആവുന്നതിനെക്കുറിച്ചും അങ്ങനെയൊക്കെ അവർ കുറേ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുറേ ദിവസത്തിന് ശേഷം ആയതുകൊണ്ട് ഞാനതൊക്കെ മറന്നുപോയി എന്തൊക്കെയാണ് അവരത് പറഞ്ഞത്. പിന്നെ പിള്ളേർ നല്ല അലമ്പായതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാനും പറ്റിയില്ല. ഞാൻ പിന്നെ ഫോൺ ഇങ്ങനെ പിടിച്ച് കുറേ വീഡിയോസൊക്കെ എന്തൊക്കെയോ എടുത്തു എന്നല്ലാതെ എനിക്കെല്ലാം ഒന്നും കേൾക്കാനോ ഒന്നും പറ്റിയില്ല. മക്കൾ നല്ല കരച്ചിലായിരുന്നു ലാസ്റ്റ് ആയപ്പോഴത്തേനും. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതിയെന്നേ ഉള്ളായിരുന്നു അതിൽ നിന്ന് കേട്ടോ. അപ്പം അങ്ങനെ നല്ല രാത്രി കുറച്ച് ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങനെ ബോട്ട് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ നേരെ പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്കാണ് വന്നത്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ റിസോർട്ടിലേക്ക് വന്നു. അപ്പം ഞാൻ വരുന്ന വഴിക്ക് നമ്മൾ പോയ ആ കടലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വീഡിയോസും കൂടെ ജസ്റ്റ് ഞാനൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ഈ ബ്രിഡ്ജിൽ കൂടെ പോകുമ്പം ഈ താഴെ ഈ കടലും
അവിടെയുള്ള ഇങ്ങനെ ബോട്ടുകൾ ഇങ്ങനെ ലൈറ്റൊക്കെ ഫുള്ള് ലൈറ്റിലൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിനകത്ത് ഇരിക്കുമ്പോൾ ഈ എല്ലാ ക്രൗഡും ഇതും കൂടെ ആയപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ മക്കളും അലമ്പായത് കാരണം അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി ഭക്ഷണം പിള്ളേരെ എല്ലാം കുളിപ്പിച്ച് വീണ്ടും നമ്മളെവിടെ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞ് പിള്ളേരെ കുളിപ്പിക്കും കേട്ടോ. കാരണം എത്ര രാത്രി ആയാലും നമ്മളവരെ കുളിപ്പിച്ചിട്ടാണ് കിടത്തുന്നത്. കാരണം ഈ ഫുള്ള് മണ്ണിലൊക്കെ കളിക്കുമല്ലായിരുന്നോ. അങ്ങനെ ഇവരെ ഫ്രഷാക്കിയതിന് ശേഷം ഞങ്ങളും ഫ്രഷായി വന്ന് നമ്മൾ കിടന്നു. നമ്മളന്ന് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അപ്പം ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു വന്നത്. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം തേർഡ് ഡേ രാവിലെ എണീറ്റ് നമ്മൾ നേരെ നമ്മളവിടെ ജസ്റ്റ് ഒന്ന് ഫ്രഷായതിന് ശേഷം നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു മാർക്കറ്റിൽ പോയി. പക്ഷേ മാർക്കറ്റിൽ പോയതല്ലാതെ ഒരു സാധനം പോലും വാങ്ങിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പം ഈ ക്രിസ്മസ് സീസണൊക്കെ ആവാറായതുകൊണ്ട് ക്രിസ്മസിൻ്റെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒന്നും വാങ്ങിക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം ഇവർ നല്ല വഴക്കായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം അവർ എവിടെയോ പുറത്തൊക്കെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ടാറ്റയൊക്കെ തന്നിട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. കാരണം എല്ലാ ദിവസത്തെയും പോലെ ഇങ്ങനെ കടലിൽ കളിക്കാൻ പോകാം എന്നുള്ള ഒരു ഇതിലാണ് അവർ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം കഴിച്ചതിന് ശേഷം ജസ്റ്റ് ആ ഒരു മാർക്കറ്റിൽ പോയി അപ്പം അതിന് നമുക്ക് വണ്ടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ 2 ദിവസത്തെ ഇതിലേ ഉള്ളായിരുന്നു. പിന്നെ നമ്മളെ കൊണ്ടുവിടാനും മാത്രമേ ഉള്ളൂ നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്തത്. ഇത് നമ്മൾ പേഴ്സണലായിട്ട് പിന്നെ നമ്മൾ വിളിച്ചിട്ടായിരുന്നു നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് ജസ്റ്റ് അവിടെ പോയി മാർക്കറ്റിൽ ജസ്റ്റ് ഞാൻ അവിടുത്തെ ഒരു വീഡിയോ എടുത്തിട്ടില്ല. കാരണം നല്ല വെയിലായിരുന്നു. വെയിൽ കാരണം കുഞ്ഞുങ്ങൾ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് എന്നുവെച്ചാൽ മാർക്കറ്റ് എന്ന് പറയാനും അതിനു വേണ്ട ഒന്നുമില്ലായിരുന്നു. ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനത്തെയൊക്കെ മാർക്കറ്റായിരുന്നു. പിന്നെ അതുകൊണ്ട് നമ്മൾക്ക് അവിടെ പോയിട്ടും വലിയ പ്രയോജനമില്ലാത്ത കാരണം നമ്മൾ പെട്ടെന്ന് തിരിച്ച് തന്നെ പോകുന്നു. പിന്നെ ഇവരും പിന്നെ അന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഞാൻ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ റൂമിൽ നിന്ന് എടുത്തു. അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മളിതാ പോകാൻ റെഡിയായി നിൽക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. പിന്നെയുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അവിടുന്ന് രാത്രിയിൽ ബസ്. അങ്ങനെ നമ്മൾ രാവിലെ വന്ന് ബാംഗ്ലൂർ ഇറങ്ങി ഒരു 7-7:30 ആയപ്പോഴത്തേനും നമ്മൾ ബാംഗ്ലൂർ എത്തി. അവിടുന്ന് നമ്മളൊരു ഓട്ടോ വിളിച്ച് നമ്മുടെ ഫ്ലാറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് ഈ കാണുന്നത്. അപ്പം നമ്മളിതാ നമ്മുടെ ഫ്ലാറ്റിലെത്തി. വീണ്ടും തിരിച്ച് നമ്മൾ നമ്മുടെ സ്വർഗ്ഗരാജ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം അവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ടൊന്ന് നോക്കുവാണ് കേട്ടോ. പഴയ പോലൊക്കെ തന്നെയാണ്, എല്ലാം വെച്ചിട്ട് പോയതുപോലെ തന്നെയാണ്. എന്നാലും ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കുന്നതാണ് കേട്ടോ. നമുക്ക് തിരിച്ച് കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ എല്ലാം നമ്മൾ ഓടിച്ചിട്ടൊന്ന് നോക്കുമല്ലോ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഗോവ ട്രിപ്പ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഗോവ ട്രിപ്പിൻ്റെ വീഡിയോ. എനിക്കറിയാം വിശദമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.